Class 7 Kerala 2025-26 second term mathematics question paper and answers ആണ് ഈ വീഡിയോയിൽ. First question, a rectangle was made using a string of 60 cm long. The ratio of its width and height is 3:2. ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ചുറ്റുമുള്ള അളവ് അത് 60 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് റേഷ്യോ വരുന്നത് 3:2 ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ്? സെൻറ്റിമീറ്റേഴ്സിൽ വിഡ്ത്തും ഹൈറ്റും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇതാണ്. പെരിമീറ്റർ 60 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പെരിമീറ്റർ കാണാനുള്ള വാക്യം 2 × L+B, അതാണ് 60. L+B എന്ന് പറഞ്ഞാൽ 60 / 2, അപ്പം 30 എന്ന് കിട്ടും. അപ്പോൾ ആ 30, അപ്പോൾ 3:2 ആണ് റേഷ്യോ. അതായത് 3x + 2x = 30. അപ്പോൾ 5x 30, x എന്ന് പറഞ്ഞാൽ 30 / 5, അപ്പോൾ 6 കിട്ടി. അപ്പോൾ വിഡ്ത്ത് 3x 18 സെൻറ്റിമീറ്ററും ലെങ്ത്ത് 2x 2 × 6, അപ്പോൾ 12 സെൻറ്റിമീറ്ററിന് കിട്ടും. ബി ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് പാർട്ട് ഓഫ് ദ വിഡ്ത്ത് ഈസ് ഇറ്റ്സ് ഹൈറ്റ്? ആൻസർ വിഡ്ത്ത് 12 സെൻറ്റിമീറ്ററും ഹൈറ്റ് 18 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 12/18 വിഡ്ത്ത് ബൈ ഹൈറ്റ് 12/18 അത് വെട്ടിച്ചെറുതാക്കിയാൽ നമുക്ക് 2/3 പാർട്ട് എന്ന് കിട്ടും. ആൻസർ. സി ക്വസ്റ്റ്യൻ, ഇഫ് ദ റേഷ്യോ ഓഫ് ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ ഹാവിംഗ് ദ സെയിം പെരിമീറ്റർ ഈസ് 2:1, വാട്ട് ഈസ് ഇറ്റ്സ് ഹൈറ്റ്? റേഷ്യോ മാത്രം വ്യത്യാസമുണ്ട്, നേരത്തെ പറഞ്ഞാലും. ഇതിൽ 2:1 ആണ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പെരിമീറ്റർ 60 സെൻറ്റിമീറ്റർ, അതായത് 2 × L+B. L+B 60/2, അപ്പോൾ 30 സെൻറ്റിമീറ്റർ. ഇനി ഇവ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് 1/3 × 30 വെട്ടിച്ചെറുതാക്കിയാൽ നമുക്ക് 30/3 എന്നുള്ളത് 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ. ഡി ക്വസ്റ്റ്യൻ, ഇഫ് ദ വിഡ്ത്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 1/2 മീറ്റർ ആൻഡ് ഹൈറ്റ് ഈസ് 1/3 മീറ്റർ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ റേഷ്യോ ഓഫ് ഇറ്റ്സ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്? വിഡ്ത്ത് 1/2 മീറ്ററും ഹൈറ്റ് 1/3 മീറ്ററും അല്ലേ? റേഷ്യോ വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ് ആണ്. അപ്പോൾ 1/2 = 1/3. അപ്പോൾ റേഷ്യോ വരുമ്പോൾ അതായത് അതിൻ്റെ അർത്ഥം 1/2 / 1/3 ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ ഡിവൈഡ് ചെയ്യേണ്ട 1/3നെ തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1/2 × 3/1 എന്നാവും. അപ്പോൾ മുകളിൽ 3/2. റേഷ്യോ ഈസ് ഓഫ് ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഈസ് 3:2. ആൻസർ. അടുത്തത് ഓർ ക്വസ്റ്റ്യൻ 1B. ജാർ 1 contains 3/4 part of water and jar 2 contains half part of water in it. What is the ratio of the quantity of water in jar 1 and jar 2? അപ്പോൾ ജാർ 1ൽ 3/4 ആണ്. ജാർ 2ൽ ഹാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 പാർട്ടാണ്. അപ്പോൾ ജാർ 1 ജാർ 2 എന്ന് പറയുമ്പോൾ 3/4 1/2. 3/4 റേഷ്യോ എന്ന് പറയുമ്പോൾ ഡിവിഷൻ ഡിവൈഡഡ് ബൈ 1/2. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന 1/2നെ തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3/4 × 2/1 വരും. അപ്പോൾ 3 × 2 6, 6/4 വെട്ടിച്ചെറുതാക്കിയാൽ നമുക്ക് റേഷ്യോ 3:2 എന്ന് ആൻസർ കിട്ടും. ബി ക്വസ്റ്റ്യൻ, സലീം മെയ്ഡ് റോസ് കളർ പെയിൻറ്റ് ബൈ മിക്സിങ് വൈറ്റ് ആൻഡ് റെഡ് പെയിൻറ്റ്സ്. വൈറ്റും റെഡും പെയിൻറ്റുകൾ മിക്സ് ചെയ്തിട്ട് സലീം ഒരു റോസ് കളർ പെയിൻറ്റ് ഉണ്ടാക്കുകയാണ്. ഹി ആഡഡ് 2 liters ഓഫ് റെഡ് പെയിൻറ്റ് into 6 liters ഓഫ് വൈറ്റ് പെയിൻറ്റ്. 2 ലിറ്റർ റെഡ് പെയിൻറ്റ് 6 liters വൈറ്റ് പെയിൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് റെഡ് പെയിൻറ്റ് ഷുഡ് ബി ആഡഡ് into 7.5 liters ഓഫ് വൈറ്റ് പെയിൻറ്റ് ടു ഗെറ്റ് ദ സെയിം കളർ. അതേപോലെ ഈ റെഡ് പെയിൻറ്റ് എത്രത്തോളം വേണ്ടി വരുമെന്ന്, 7.5 ലിറ്റർ വൈറ്റ് പെയിൻറ്റ് ഉണ്ട്. അപ്പോൾ എത്ര ലിറ്റർ റെഡ് പെയിൻറ്റും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് സെയിം കളറ് പെയിൻറ്റ് കിട്ടുന്നതെന്ന്. അപ്പോൾ ആൻസർ വൈറ്റ് പെയിൻറ്റ് 6 ലിറ്ററാണ്, റെഡ് പെയിൻറ്റ് 2 ലിറ്ററാണ്. അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോ വരുന്നത് വൈറ്റ് ആൻഡ് റെഡ് വരുന്നത് 6:2 ആണ്. അത് വെട്ടിച്ചെറുതാക്കിയാൽ 3:1 കിട്ടും. അപ്പോൾ 3:1 ആണ്.
1 എന്ന് പറയുന്നത് റെഡ് പെയിൻറ്റും 3 എന്ന് പറയുന്നത് വൈറ്റ് പെയിൻറ്റുമാണ്. അപ്പോൾ ഇവിടെ അടുത്തത് അപ്പോൾ വൈറ്റ് പെയിൻറ്റ് 7.5 ലിറ്ററാണ്. അതായത് അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 15/2 എന്ന് കിട്ടും, അത്രയും ലിറ്റർ. അപ്പോൾ 3x എന്ന് പറയുന്നതാണ് 7.5. 1x എന്ന് പറഞ്ഞാൽ 7.5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 15/2 ഡിവിഷൻ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3/1 ആണ് കേട്ടോ. അപ്പോൾ 3/1നെ ഡിവൈഡ് ചെയ്യണതിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 1/3 എന്ന് വരും, ഇൻറ്റു 1/3. അപ്പോൾ 3 15ൽ 5 ടൈംസ്. അപ്പോൾ 2.5 ലിറ്റർ. 5/2 എന്ന് പറഞ്ഞാൽ 2.5 ലിറ്റർ എന്ന് വരും. അല്ലെങ്കിൽ 7.5 3 ആണ്, അതിനെ 3 ഭാഗമാക്കുമ്പോൾ 2.5 എന്ന് കിട്ടും. അപ്പോൾ റെഡ് പെയിൻറ്റ് നമുക്ക് വേണ്ടത് 2.5 ലിറ്ററാണ്. ഇനി സി ക്വസ്റ്റ്യൻ, ദ വിഡ്ത്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 3 meters ആൻഡ് ഹൈറ്റ് ഈസ് 50 centimeter. പ്രത്യേകം ശ്രദ്ധിക്കുക, 3 മീറ്ററാണ്. അപ്പം മീറ്ററിനെ ഒരേ യൂണിറ്റിലേക്ക് ആക്കണം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 centimeter ആണ്. അപ്പോൾ 3 meters എന്ന് പറഞ്ഞാൽ 300 centimeters ആണ്. അപ്പോൾ 300:50. 300:50 എന്ന് പറയുമ്പോൾ അത് 300 ഡിവൈഡഡ് ബൈ 50 വെട്ടി ചെറുതാക്കിയാൽ 6:1 എന്ന് വരും. അപ്പോൾ അതാണ് ഡി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് 7 ദാറ്റ് ക്യാൻ ഡിവൈഡ് ദ പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 5 വിത്തൗട്ട് എ റിമൈൻഡർ. അതായത് 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ റിമൈൻഡർ ഇല്ലാതെ ഹരിക്കാൻ കഴിയുന്ന 7ൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണ്? വാട്ട് ഈസ് ദ പവർ? അപ്പോൾ അതിൽ 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ ഹരിക്കാൻ കഴിയുന്ന 7ൻ്റെ ഏറ്റവും വലിയ കൃതി 25 താഴെ വരുന്നത് 7ൻ്റെ ഗുണിതങ്ങൾ 7, 1 7, 2 7, 14, 3 7, 21 ആണ്. അപ്പോൾ 3 ആണ് അതിൻ്റെ ഏറ്റവും വലിയ കൃതി, 7/3. ഇനി ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് 10 ദാറ്റ് ക്യാൻ ഡിവൈഡ് ദ പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 20 വിത്തൗട്ട് എ റിമൈൻഡർ. സെയിം പോലെ തന്നെ 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തെ മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന 10ൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണ്? അപ്പോൾ 1 to 20 വരെ ഉള്ളത്. അപ്പോൾ 10ൻ്റെ എന്ന് പറയുമ്പോൾ 10 2 into 5 ഉണ്ട്. 10ൻ്റെ പ്രൈം നമ്പേഴ്സ് 2 5. 20ക്ക് താഴെ വരുന്ന 5കളുടെ എണ്ണം 4 ആണ്. ഇപ്പോൾ 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലത്തിൽ 2കളുടെ എണ്ണം 2 കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് 5 എത്രയുണ്ടോ അതാണ് 10ൻ്റെ ഏറ്റവും വലിയ കൃതി. അപ്പോൾ 5 4 ആണ്. അപ്പോൾ 10/4. ഇനി സി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? 8/4 ഇൻറ്റു 8/2. അപ്പോൾ ഈ യെല്ലോ കളറിൽ എഴുതിയേക്കുന്നത് ബൈ ഹാർട്ട് പഠിക്കണം. a/m ഇൻറ്റു a/n ഈക്വൽസ് a/m+n. അതായത് ഇവിടെ ആദ്യത്തെ 8/4 + 2 എന്നാണ് വരുന്നത്. 8/6 ആണ് വരേണ്ടത്. അപ്പോൾ അത് തെറ്റാണ്. ഇവിടെ എയിൽ തന്നേക്കുന്നത് ആൻസർ തെറ്റാണ്. ഇനി ബി എന്ന് പറയുമ്പോൾ 9/6 ഡിവൈഡ് ബൈ 9/3. അതായത് a/m ഡിവിഷൻ a/n. a/m-n ആണ്. 6 - 3 ആണ് വരേണ്ടത്. 9/3 ആണ് വരേണ്ടത്. അവിടെ 9/2 ഉള്ളൂ. അപ്പോൾ അതും തെറ്റാണ്. സി വരുന്നത് 5/8 all/4 ആണ്. a/m all/n എന്ന് പറഞ്ഞാൽ a/m ഇൻറ്റു n ആണ്. അപ്പോൾ 5/8 എന്ന് പറഞ്ഞാൽ 8 × 4 32 ആണ് വരേണ്ടത്. പക്ഷേ അതല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അതും തെറ്റാണ്. ഇനി ഡി എന്ന് പറയുന്നത് 3/3 ഡിവൈഡഡ് ബൈ 3/6. അപ്പോൾ നമുക്ക് 3 × 3 × 3 ആണ് 3 മുകളിൽ. താഴെ 3 × 3 × 6 ടൈംസ് ഇത് വെട്ടിച്ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ 1/27 വരും. അല്ലെങ്കിൽ a/m ഡിവൈഡഡ് ബൈ a/n എന്ന് പറഞ്ഞാൽ a/m-n. അതായത് 3/3 - 6. അപ്പോൾ മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പവർ മൈനസ് വന്നാൽ അതിൻ്റെ അർത്ഥം 1/3/3 എന്നാണ് കേട്ടോ. അപ്പോൾ 1/3 × 3 × 3 അതായത് 1/27. അതാണ് അതിൻ്റെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, 16 kilogram of rice was divided equally into 5 bags. How many kilograms of rice are there in a bag? അതായത് 16 കിലോ അരി ഒരുപോലെ 5 ബാഗുകളിലാക്കാണ്.
അപ്പോൾ ഒരു ബാഗിൽ എത്ര കിലോ അരി ഉണ്ടെന്ന്. അപ്പോൾ ആകെയുള്ള അരി ടോട്ടൽ റൈസ് 16 kg. 5 നമ്പേഴ്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 16 1 ബാഗിലുള്ളത് 16 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ അത് ഡെസിമൽ ഇതിലാണ് വരുന്നത്. 16 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 3 × 5 15 വരും. മൈനസ് ചെയ്താൽ 1. അപ്പോൾ പോയിൻ്റ് ഇട്ടിട്ട് 2 3.2 kg എന്ന് വരുന്നത്. അപ്പോൾ 0.2 kg എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 1000 200 ഗ്രാം. അപ്പോൾ 3 kg 200 ഗ്രാം. 0.2 kg എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 1000 1 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 ഗ്രാമാണ്. അപ്പോൾ ഇൻറ്റു ഇപ്പോൾ ഒരു 0.2 ഒരു ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു നമ്പറാണ്. അപ്പോൾ 2000 കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഒരു 0 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 200. ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ റൈറ്റ് ദ വെയ്റ്റ് ഓഫ് ദ റൈസ് ഇൻ കിലോഗ്രാംസ് ആൻഡ് ഗ്രാംസ്. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 3 kg 200 grams. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് ദ റൈസ് ഇൻ എ ബാഗ് ഈസ് ഡിവൈഡഡ് ഈക്വലി ഇൻറ്റു 5 കണ്ടെയ്നേഴ്സ്. ഒരു ബാഗിലുള്ള റൈസിനെ ഈക്വലി 5 കണ്ടെയ്നറുകളിലാക്കാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ടു ഫൈൻഡ് ദ വെയ്റ്റ് ഓഫ് ദ റൈസ് ഇൻ എ കണ്ടെയ്നർ. ഒരു കണ്ടെയ്നറിലുള്ള റൈസിൻ്റെ വെയ്റ്റ് എത്രയാണെന്ന്. അപ്പോൾ 16/5 ആണ് ഒരു ബാഗിലുണ്ടായിരുന്നത്. അതിനെ വീണ്ടും 5 കണ്ടെയ്നറിലേക്ക് ആക്കുമ്പോൾ ഡിവിഷൻ 16/5 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 16/5 ഡിവിഷൻ 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 5/1 ആണ്. ഇപ്പോൾ ഏതൊരു സംഖ്യേനെയും ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ x/1 ആണ്. 2 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. അപ്പോൾ 16/5 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16/5 ഇൻറ്റു 5നെ തിരിച്ചിട്ടുണ്ടെങ്കിൽ 1/5 എന്നാവും. ഇൻറ്റു 1/5 അതായത് 16/5 ഇൻറ്റു 1/5 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഡി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദ റൈസ് ഇൻ 3 സച്ച് കണ്ടെയ്നേഴ്സ്. 3 കണ്ടെയ്നേഴ്സിൽ അതുപോലെ ആകുമ്പോൾ എത്രയായിരിക്കും വെയ്റ്റ്. അപ്പോൾ നമുക്കറിയാം 16/25 ആണ് ഒരു കണ്ടെയ്നറിൽ, നേരത്തെ കണ്ടതാണല്ലോ. 3 കണ്ടെയ്നേഴ്സിൽ എന്ന് പറയുമ്പോൾ 16/25 ഇൻറ്റു 3 ദാറ്റ് മീൻസ് 48/25 ആണ് അതിൻ്റെ ആൻസർ. 48 ഡിവിഷൻ 25. ഇനി ഈ ക്വസ്റ്റ്യൻ ഈസ് 5/6 പാർട്ട് ഓഫ് 16/5. അപ്പോൾ 5/6 16 ഇൻറ്റു 16/5 ആൻഡ് 3 and 1/5 ടൈംസ് ഓഫ് 5/6 ദ സെയിം വൈ. അതായത് 16/5ൻ്റെ 5/16 ഭാഗവും 5/16ൻ്റെ 3 and 1/5 ടൈംസ് തുല്യമാണോ? എന്തുകൊണ്ട്? തുല്യമാണ് അല്ലേ? ആൻസർ തുല്യമാണ്. കാരണം 5/16 ഇൻറ്റു 16/5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80/80 1 ആണ്. 3 and 1/5 ഇൻറ്റു 5/16 അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 16/5 ഇൻറ്റു 5/16 ഈക്വൽസ് 80/80 ഈക്വൽസ് 1. അപ്പോൾ രണ്ടും ദേ ആർ ഈക്വൽ, 1 ആണ്, സെയിം ആണ്. Fourth question, look at these statements. The square of a prime number has only 3 factors. ഒരു പ്രൈം നമ്പറിൻ്റെ സ്ക്വയറിന് 3 ഫാക്ടേഴ്സ് ആണ്. അത് കറക്റ്റാണ്. ഇനി രണ്ടാമത്തെ, the number of factors of the power of a prime number is 1 more than its exponent. അതും കറക്റ്റാണ്. പവറിൻ്റെ പ്രൈം നമ്പർ ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് പ്രൈം നമ്പറിൻ്റെ അതിൻ്റെ കൂടെ ആ എക്സ്പൊണൻറ്റിൻ്റെ കൂടെ ഒന്നും കൂടി ആഡ് ചെയ്താൽ മതി. അത് കറക്റ്റാണ്. മൂന്നാമത്തെ, ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ് വിൽ ഹാവ് 3 ഫാക്ടേഴ്സ്. അത് റോങ് ആണ്. അത് 4 ഫാക്ടേഴ്സ് ഉണ്ട്. 4 അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടാവും. ഇനി നാലാമത്തെ, ദ പ്രൊഡക്റ്റ് ഓഫ് 3 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ് വിൽ ഹാവ് 8 ഫാക്ടേഴ്സ്. പ്രൊഡക്റ്റ് ഓഫ് 3 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സിൻ്റെ
അപ്പോൾ റേസ് ടു 1 ആയിരിക്കില്ലേ. 2 ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2, 5, 7 എന്നാണെങ്കിൽ 2^1, 5^1, 7^1 ആണെങ്കിൽ ഇപ്പോൾ 1 + 1, 1 + 1, 1 + 1, 2 × 2 × 2, 8 ഫാക്ടേഴ്സ്. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ ബി ആണ് കറക്റ്റായിട്ടുള്ളത്. 1, 2, 4 ആർ കറക്റ്റ്. അടുത്തത് സി സം നമ്പേഴ്സ് വിച്ച് ആർ ദ പവേഴ്സ് ഓഫ് 2. 2ൻ്റെ പവേഴ്സാണ്. റൈറ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് ഈച്ച് നമ്പർ. ഓരോന്നിൻ്റെയും ഫാക്ടേഴ്സ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2ൻ്റെ ഫാക്ടർ ഏതൊക്കെയാണ്? 1ഉം 2ഉം. പിന്നെ 4ൻ്റെ 1ഉം 2ഉം 4ഉം. 8ൻ്റെ 1, 2, 4, 8. 16ൻ്റെ 1, 2, 4, 8, 16. അങ്ങനെയാണ് ഫാക്ടേഴ്സ് വരുന്നത്. ഇനി ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ഈച്ച് നമ്പർ. എത്ര ഫാക്ടേഴ്സ് വീതമുണ്ടെന്ന് ഓരോന്നിനും. 2ന് 2 എണ്ണം, പിന്നെ 4ന് 3, 8ന് 4 ഫാക്ടേഴ്സ്, 16ന് 5 ഫാക്ടേഴ്സ്. അങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തത് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ആൻഡ് ദ സം ഓഫ് ഫാക്ടേഴ്സ് എക്സ്ക്ലൂഡിംഗ് ദ നമ്പർ. 1 ലെസ് ദാൻ ദ നമ്പർ. 5th question. Some algebraic expressions given in column 1 have equal expressions in column 2. ഇതിൽ ഒന്നാമത്തെ കോളത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ കോളത്തിൽ അങ്ങനെ മാച്ച് ചെയ്യാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ബ്രാക്കറ്റിലുള്ളതാണ് ആദ്യം എഴുതേണ്ടത്. ഇപ്പോൾ ബ്രാക്കറ്റിന് ഇപ്പോൾ x - y + z അത് വരുന്നത് ബ്രാക്കറ്റ് കളഞ്ഞാൽ x - y + z ഒന്നാമത്തെ മൂന്നാമത്തെയാണ് വരുന്നത് കറക്റ്റായിട്ട്. പിന്നെ 2, 1 വരുന്നുണ്ട്, മൂന്നാമത്തെ 4 വരുന്നത്. അതായത് ആദ്യത്തെ നോക്കിയാൽ x - y + z ഈക്വൽസ് x - y - z. അതായത് x - y മൈനസ് ഇൻറ്റു ആണ് വരും കേട്ടോ. -y മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, പ്ലസ് z വരും. ഇവിടെ കണ്ടോ മൈനസ് ഇൻറ്റു മൈനസ് യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൈ ഹാർട്ട് പഠിക്കണം. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ് ആണ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്. അതേപോലെ രണ്ടാമത്തെ x - y - z ഇതുപോലെ മാച്ച് ചെയ്യുക. അപ്പോൾ അതായത് സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ യൂസിങ് ഷോർട്ട് ഹാൻഡ്. സം ഓഫ് 10 ടൈംസ് എ നമ്പർ. സം ഓഫ് എന്ന് പറഞ്ഞാൽ 10 ടൈംസ് എ നമ്പർ. അപ്പോൾ 10x 10x പ്ലസ് സമ്മല്ലേ. ആൻഡ് 4 ടൈംസ് ദ സെയിം നമ്പർ. 4 ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് 4x. ഈസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ. 14 ടൈംസ് ദ സെയിം നമ്പർ. 14 ടൈംസ് ദ സെയിം നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14x. അതായത് 10x പ്ലസ് 4x ഈക്വൽസ് 14x. അതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡു ദ ഫോളോയിങ് കാൽക്കുലേഷൻസ് മെൻ്റലി. റൈറ്റ് ദ മെത്തേഡ് യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻസ്. ഇപ്പോൾ 410 എന്ന് പറയുമ്പോഴെങ്കിൽ 410 മൈനസ് 6.5 മൈനസ് 3.5. 2 മൈനസ് വന്നാൽ പ്ലസ് ചെയ്തിട്ട് മൈനസ് ചിഹ്നം ഇടണം. അതായത് 410 മൈനസ് 6.5 6.5ഉം 3.5ഉം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 10 കിട്ടും. അപ്പോൾ 10 മൈനസ് 10 കിട്ടും ഈക്വൽസ് 400 എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. റൈറ്റ് എക്സ് പ്ലസ് ഡി ക്വസ്റ്റ്യൻ. റൈറ്റ് x + y മൈനസ് എക്സ് ഈക്വൽസ് y ഇൻ ഓർഡിനറി ലാംഗ്വേജ്. ഓർഡിനറി ലാംഗ്വേജ് എങ്ങനെ എഴുതുക? സാധാരണ ഭാഷയിൽ. ആൻസർ ആഡ് x ആൻഡ് y ആൻഡ് സബ്ട്രാക്ട് x. ദ റിസൾട്ട് ഈസ് y. ഇനി ഈ ക്വസ്റ്റ്യൻ. ഈസ് 10 മൈനസ് 4 മൈനസ് 2 ആൻഡ് 10 മൈനസ് 4 മൈനസ് 2 ദ സെയിം. റൈറ്റ് ദ സ്റ്റെപ്സ് ഓഫ് കാൽക്കുലേഷൻ. ഈ രണ്ട് സ്റ്റെപ്പുകളും കറക്റ്റാണോ എന്നാണ് ചോദിക്കണേ. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ബ്രാക്കറ്റ് അല്ലുള്ളത് ആദ്യം ചെയ്യുക. അപ്പോൾ 4 മൈനസ് 2 ആണ് ആദ്യം. അപ്പോൾ 10 മൈനസ് 2 ആൻഡ് 10 മൈനസ് 4. ഇവിടെ 10 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. 10 മൈനസ് 4 അടുത്തതിൽ ബ്രാക്കറ്റിൽ കിടക്കുന്നത് അത് 6 ആണ്. 6 മൈനസ് 2 4 ആണ്. അപ്പോൾ രണ്ടും സെയിം അല്ല. അടുത്തത് 6A. ലീന സോൾഡ് 3.5 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് എ ഡേ.
ഒരു ദിവസം 3.5 ലിറ്റർ പാൽ വീതം വിൽക്കുന്നുണ്ട് ലീന. ഷീ ഗോട്ട് 51.5 റുപ്പീസ് ഫോർ 1 ലിറ്റർ ഓഫ് മിൽക്ക്. 1 ലിറ്റർ മിൽക്കിന് 51.5 റുപ്പീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഹൗ മച്ച് റുപ്പീസ് ഡിഡ് ലീന ഗെറ്റ് ഫ്രം സെല്ലിങ് ദ മിൽക്ക് ദാറ്റ് ഡേ? അപ്പോൾ എത്ര രൂപ അവൾക്ക് കിട്ടുന്നു ഒരു ദിവസം? അപ്പോൾ ഒരു ദിവസം വിറ്റ പാൽ 3.5. അപ്പോൾ രണ്ടും കൂടി ഇൻറ്റു ചെയ്യാം. 51.5 ഇൻറ്റു 35. അപ്പോൾ എത്ര പോയിൻ്റ് ഉണ്ടെന്ന് നോക്കാം. 50 ആവുമ്പോൾ 2 പോയിൻ്റ്, 5 ആണെങ്കിൽ 1 പോയിൻ്റ്. അപ്പോൾ കിട്ടുന്ന ആൻസറിൽ നിന്ന് അത്രയും പോയിൻ്റ് നീക്കി ഡോട്ട് ഇടുക. അപ്പോൾ 180.25 എന്നാണ് ആൻസർ. 180 റുപ്പീസ്, 180.25. അടുത്ത ക്വസ്റ്റ്യൻ. ഓൺ അനദർ ഡേ ലീന ഗോട്ട് റുപ്പീസ് 256.25 ഫ്രം സെല്ലിങ് 5 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക്. 5 ലിറ്റർ മിൽക്ക് കൊടുത്തപ്പോൾ ലീനയ്ക്ക് 256.25 റുപ്പീസ് കിട്ടി. അപ്പോൾ ഹൗ മച്ച് റുപ്പീസ് ഡിഡ് ഷീ ഗെറ്റ് ഫോർ 1 ലിറ്റർ ഓഫ് മിൽക്ക് ദാറ്റ് ഡേ? 1 ലിറ്റർ മിൽക്കിന് അവൾക്ക് എത്ര രൂപ കിട്ടുന്നു? അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യണം 1 ലിറ്ററിന്. അപ്പോൾ 256.25 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഇതുപോലെ ഡിവിഷൻ. ആദ്യം 5 × 5 25, പിന്നെ 6 താഴെ ഗണിയിൽ 6ൽ 1 ടൈം, അപ്പോൾ 1 -1, പിന്നെ 2 താഴെ ഇടുക. അപ്പോൾ തന്നെ പോയിൻ്റ് കൃത്യമായിട്ട് നോക്കുക പോയിൻ്റ്. അപ്പോൾ പോയിൻ്റ് ഇട്ടിട്ട് 2 × 5 10, പിന്നെ 2 ബാലൻസ് 2 5 25ൽ 5 ടൈംസ്. അപ്പോൾ 51.25 റുപ്പീസിന് ആൻസർ കിട്ടും. ഇനി സി ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 0.45 ഇൻറ്റു 1.45? 0.45 എന്ന് പറഞ്ഞാൽ 45 എത്ര പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട്? 2 നമ്പർ. അപ്പോൾ ഡിനോമിനേറ്ററിൽ 2 0 വേണം. അപ്പോൾ 45/100 ഇൻറ്റു, പിന്നെ അടുത്തതും പോയിൻ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ കഴിഞ്ഞിട്ട് 2 നമ്പർ അല്ലേ. അപ്പോൾ വീണ്ടും താഴെ 2 0. അപ്പോൾ 45/100 ഇൻറ്റു 145/100. അതാണ് അതിൻ്റെ ആൻസർ. സി ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്തത് 6B ഓർ ക്വസ്റ്റ്യൻ ആണ്. വൺ സൈഡ് ഓഫ് എ ഹെക്സഗൺ ഈസ് 2.16 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ? ഹെക്സഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 സൈഡാണ്, 6 സൈഡ്സ്. അപ്പോൾ 6 സൈഡാകുമ്പോൾ ഒരു സൈഡിൻ്റെ തന്നിട്ടുണ്ട് 2.16. അപ്പോൾ 2.16 ഇൻറ്റു 6. അപ്പോൾ കിട്ടുന്ന 216നെ 6 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 2 പോയിൻ്റ് നീക്കി യൂണിറ്റ് പ്ലേസ് ചെയ്യുന്നു. 2 പോയിൻ്റ് ഇങ്ങോട്ട് നീക്കിയിട്ട് ഡോട്ട് ഇടുക. അപ്പോൾ 12.96 സെൻറ്റിമീറ്ററിന് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ. ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 6.5 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ബ്രെഡ്ത്ത് 4.5 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ കാണാനായിട്ട് ഇൻറ്റു ചെയ്യുക. L × B, അതായത് 6.5 ഇൻറ്റു 4.5. അപ്പോൾ ആദ്യത്തേൽ 6.5ൽ ഒരു പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ, രണ്ടാമത്തേൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ. അപ്പോൾ 2 നമ്പർ വേണം. 65നെ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 നമ്പർ നീക്കിയിട്ട് ഡോട്ട് ഇടാം. അപ്പോൾ 29.25 സെൻറ്റിമീറ്റർ സ്ക്വയറിന് ആൻസർ കിട്ടും. സ്ക്വയർ എഴുതണം കേട്ടോ, സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ എന്ന് പറയുമ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2.16 ഇൻറ്റു 1.6ന് തുല്യമായത് ഏത്? അപ്പോൾ ഇതിൽ 2.16ൽ 2 നമ്പറുണ്ട് പോയിൻ്റ് കഴിഞ്ഞിട്ട്, പിന്നെ 1.6ൽ ഒരു നമ്പർ. അപ്പോൾ 2ഉം 1ഉം 3 ആഡ് ചെയ്യണം ഇൻറ്റു ആണെങ്കിൽ. അപ്പോൾ 3 നമ്പർ വേണം ഈ പോയിൻ്റ്. അപ്പോൾ രണ്ടാമത്തെയാണ്, ബി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി ഡി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് എ സ്ക്വയർ വിത്ത് പെരിമീറ്റർ 6.4 സെൻറ്റിമീറ്റേഴ്സ്? ഒരു സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരറ്റത്തുനിന്ന് ഒരു ചരട് പിടിച്ച ചുറ്റുമുള്ള അളവിനെയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് 6.4 ആണ്. അത് 4 ഇൻറ്റു ഒരു വശം, ഒരു സൈഡ് 4A. അപ്പോൾ അത് 16.4 ആണ്. അപ്പോൾ 1 സൈഡ് എന്ന് പറഞ്ഞാൽ 16.4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ
നമുക്ക് 4.1 സെൻറ്റിമീറ്ററിന് ആൻസർ കിട്ടും.